ഓൾറെഡി നമ്മൾ ലെൻസ്, മിറർ, പ്രിസം ഇതിനെ പറ്റിയൊക്കെ നമ്മൾ ചർച്ച ചെയ്ത് കഴിഞ്ഞു. പ്ലസ് ടുവിലെ 9ാമത്തെ ചാപ്റ്ററിൽ എല്ലാ ലൈറ്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ സംഗതികളും നമ്മളിപ്പോൾ ചർച്ച ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മളിനി അതിൻ്റെ അഡ്വാൻസ്ഡ് സ്റ്റേജിലേക്ക് വരികയാണ്. ഒപ്റ്റിക്കൽ ഇൻസ്ട്രുമെൻറ്റ്സ് എന്നുള്ളതാണ് നമ്മുടെ അടുത്ത ടോപ്പിക്. അപ്പോൾ നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞു യൂസിങ് റിഫ്ലക്റ്റിംഗ് ആൻഡ് റിഫ്രാക്റ്റിംഗ് പ്രോപ്പർട്ടീസ്. റിഫ്ലക്ഷനും അതുമായി ബന്ധപ്പെട്ട പ്രോപ്പർട്ടീസും റിഫ്രാക്ഷനും അതുമായി ബന്ധപ്പെട്ട പ്രോപ്പർട്ടീസും. ആഫ്റ്റർ ആരെയൊക്കെ പഠിച്ചു? മിററിൻ്റെ പഠിച്ചു, ലെൻസിൻ്റെത് പഠിച്ചു, മിറർ, ലെൻസ്, ദെൻ മിററിൻ്റെ പഠിച്ചു, ലെൻസിൻ്റെ പഠിച്ചു, പ്രിസത്തിൻ്റെ പഠിച്ചു. ഇതിനെ ബേസ് ചെയ്തിട്ട് മെനി ഒപ്റ്റിക്കൽ ഇൻസ്ട്രുമെൻറ്റ്സ് ഹാവ് ബീൻ ഡിസൈൻഡ്. ഈ പറയുന്ന യൂസിങ് ദ റിഫ്ലക്റ്റിംഗ് ആൻഡ് റിഫ്രാക്റ്റിംഗ് പ്രോപ്പർട്ടീസ് ഓഫ് ലെൻസ്, മിറേഴ്സ്, പ്രിസംസ്, ബേസ്ഡ് ഓൺ ദീസ് മെനി ഒപ്റ്റിക്കൽ ഇൻസ്ട്രുമെൻറ്റ്സ് ഹാവ് ബീൻ ഡിസൈൻഡ്. ലൈക്ക് ഏതൊക്കെ ഒപ്റ്റിക്കൽ ഇൻസ്ട്രുമെൻറ്റ്സ് ആണ്? ലൈക്ക് മൈക്രോസ്കോപ്സ്. മൈക്രോസ്കോപ്പ് നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലേ? സൂക്ഷ്മമായിട്ടുള്ള കണങ്ങളെ പറ്റി ബയോളജി ലാബിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. മൈക്രോസ്കോപ്സ് ആൻഡ് ടെലസ്കോപ്സ്. ടെലസ്കോപ്പ് നമ്മൾ കേട്ടിട്ടുണ്ട്, വാനനിരീക്ഷണത്തിനൊക്കെ ഉപയോഗിക്കുന്ന ടെലസ്കോപ്പുകളെ പറ്റി. സോ യൂസിങ് റിഫ്ലക്റ്റിംഗ് ആൻഡ് റിഫ്രാക്റ്റിംഗ് പ്രോപ്പർട്ടീസ് ഓഫ് മിറർ, ലെൻസ് ആൻഡ് prism, many optical instruments have been designed like microscopes and telescopes. Our eye is a natural optical instrument. നമ്മുടെ our eye is a natural optical instrument. നമ്മുടെ കണ്ണ് എന്ന് പറയുന്നത് അല്ലെ, കണ്ണ് എന്ന് പറയുന്നത് അവർ ഐ ഈസ് എ നാച്ചുറൽ ഒപ്റ്റിക്കൽ ഇൻസ്ട്രുമെൻറ്റ്സ്. നമുക്ക് മൈക്രോസ്കോപ്പ് അറിയാം, ഒപ്റ്റിക്കൽ ഇൻസ്ട്രുമെൻ്റ് ആണ്. ടെലസ്കോപ്പ് അറിയാം, ഒപ്റ്റിക്കൽ ഇൻസ്ട്രുമെൻ്റ് ആണ്. ഏതൊന്നും അറിയില്ല എന്ന് വെക്കുക, എവിടെയും പോകുന്നുണ്ടോ? അവർ ഐ ഈസ് എ നാച്ചുറൽ ഒപ്റ്റിക്കൽ ഇൻസ്ട്രുമെൻറ്റ്. ഇനി നമ്മൾ ഏതിലേക്ക് പോകുന്നു? ദ ഐ എന്ന നമ്മുടെ ഐയിനെ പറ്റി കുറച്ച് കാര്യങ്ങൾ നമ്മൾ പഠിക്കുന്നു. ഇത് നമ്മൾക്ക് 10ാം ക്ലാസ്സിലെ ബയോളജിയിലൊക്കെ നമ്മൾ ആധികാരികമായിട്ട് ഇതിനെപ്പറ്റി പഠിച്ചിട്ടുള്ളതാണ്. എന്നിരുന്നാലും the eye lens is a convex lens. We already studied about eye, even though now we are discussing certain terms. The eye lens is a convex lens. Eye lens എന്ത് ലെൻസ് ആണ്? ഒരു കോൺവെക്സ് ലെൻസ് ആണ്. whose focal length can be modified by the ciliary muscles. അതും നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ? ഫോക്കൽ ലെങ്ത് ഓഫ് ഐ ലെൻസ്. ഐ ലെൻസ് എന്താണ്? ഫസ്റ്റ് പോയിന്റ് അറിയേണ്ടത് നമ്മുടെ കണ്ണിലുള്ള ഐ ലെൻസ് ഏതാണ്? കോൺകേവ് ആണോ കോൺവെക്സ് ആണോ? ഐ ലെൻസ് ഈസ് എ കോൺവെക്സ് ലെൻസ്. ഐ ലെൻസ് ഒരു കോൺവെക്സ് ലെൻസ് ആണ്. ഫസ്റ്റ് പോയിന്റ്. ഹൂസ് ഫോക്കൽ ലെങ്ത് ക്യാൻ ബി മോഡിഫൈഡ് ബൈ ദ സീലിയറി മസിൽസ്. അല്ലേ, എപ്പോഴും ഒബ്ജക്റ്റ് വിത്തിൻ ദ ഫോക്കസ് ആവാൻ വേണ്ടിയിട്ട് നമ്മൾ അകലെയുള്ള വസ്തുവിനെ നോക്കുമ്പോഴും അടുത്തുള്ള വസ്തുവിനെ നോക്കുമ്പോഴും ഈ ലെൻസിൻ്റെ നമ്മുടെ കർവേച്ചറിൽ വ്യത്യാസം വരുന്നു. അതനുസരിച്ച് ഫോക്കസിൽ ചേഞ്ച് വരുന്നു. അങ്ങനെ സഹായിക്കുന്നത് ഇത്തരമൊരു വളരെ ഇൻഡിഫറൻ്റ് ആയിട്ടുള്ള ഒരു പ്രോപ്പർട്ടി നമ്മളെ സഹായിക്കുന്ന ആളാണ് ആര്? സീലിയറി മസിൽസ്. സീലിയറി മസിൽസിൻ്റെ അല്ലേ, അത് ചുരുങ്ങുന്നതും വികസിക്കുന്നതും ഒക്കെ കാരണം കൊണ്ടാണ് എന്ത് സംഭവിക്കുന്നത്? ഐ ലെൻസ് ഈസ് എ കോൺവെക്സ് ലെൻസ് ഹൂസ് ഫോക്കൽ ലെങ്ത് മോഡിഫൈഡ് ബൈ ദ സീലിയറി മസിൽസ്. സീലിയറി മസിൽസ് ഉള്ളത് കൊണ്ട് ഈ പറയുന്ന കോൺവെക്സ് ലെൻസ് ആകുന്ന ഐ ലെൻസിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അതിൻ്റെ ഫോക്കസ് മോഡിഫൈ ചെയ്ത് നമുക്ക് കാര്യങ്ങൾ കാണാൻ കഴിയുന്നു. The image is formed on film of nerve fiber called retina. കണ്ണിൻ്റെ റെറ്റിനയിലാണ് ഇമേജ് ഫോം ചെയ്യുന്നത്. ഒപ്പം ഒരു കാര്യം കൂടി നമ്മൾ അറിയണം. കണ്ണിൽ ഇതാ ഞാൻ ഇവിടെ വസ്തു വെച്ചു, ഇതാണ് വസ്തു, ഇവിടെ വസ്തു വെച്ചു, യെസ് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഇവിടെ വസ്തു വെച്ചു, ഇവിടെ വസ്തു വെച്ചു, യെസ് അല്ലേ, ഞാനൊരു സ്ട്രെയിൻ അനുഭവിക്കുന്നുണ്ട്. കണ്ണിൽ നിന്ന് ഒരു പർട്ടിക്കുലർ മിനിമം ഡിസ്റ്റൻസിലാണെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റുള്ളൂ? ഒബ്ജക്റ്റിനെ വ്യക്തമായിട്ട് കാണാൻ കഴിയുള്ളൂ അല്ലേ. ഒരു കണ്ണിൽ നിന്നും നമ്മുടെ ഐ ലെൻസ് കോൺവെക്സ് ലെൻസാണ്. കണ്ണിൽ നിന്നും ഒരു പർട്ടിക്കുലർ ഡിസ്റ്റൻസിൽ വെച്ചാൽ മാത്രമേ
വസ്തുവിനെ ക്ലിയർ ആയിട്ട് ഇതാ ഇങ്ങനെ വരുമ്പോൾ കാണാം, ബട്ട് ഐ ആം സഫറിങ് എ പെയിൻ ഓർ ഒരു ഡിസ്റ്റർബൻസ്, ഒരു ഇൻഡിഫറൻ്റ് ആയിട്ട് സംതിങ് എനിക്ക് ഫീൽ ചെയ്യുന്നു. സോ കനോട്ട് സീൻ ക്ലിയർലി, എനിക്ക് ക്ലിയർ ആയിട്ട് കാണാൻ കഴിയുന്നില്ല. സോ ഐയിൽ നിന്നും ഒരു പർട്ടിക്കുലർ ഡിസ്റ്റൻസിൽ ഒബ്ജക്റ്റിനെ വെച്ചാൽ മാത്രമേ നമുക്ക് ക്ലിയർ ആയിട്ട് കാണാൻ കഴിയുള്ളൂ. ആ പറയുന്ന ഡിസ്റ്റൻസ്, ആ മിനിമം ഡിസ്റ്റൻസിനെ നമ്മൾ പറയുന്ന പേരാണ്, ക്ലോസസ്റ്റ് ഡിസ്റ്റൻസിനെ നമ്മൾ പറയുന്ന പേരാണ് നിയർ പോയിന്റ്. നിയർ പോയിന്റ് എന്നാണ് നമ്മൾ പറയുക. ദ മിനിമം ഡിസ്റ്റൻസ് ഫ്രം ഐ in which object can seen clearly, distinctly. ഒരു ഒബ്ജക്റ്റിനെ ക്ലിയർ ആയിട്ട് കാണാൻ കഴിയുന്ന ആ ഒരു ഡിസ്റ്റൻസ് ഒരു നോർമൽ ഹെൽത്തി വിഷനെ സംബന്ധിച്ചിടത്തോളം 25 സെൻറ്റിമീറ്റർ ആണത്, 25 സെൻറ്റിമീറ്റർ. ദെൻ അടുത്തൊരു പോയിന്റ് ഉണ്ട്, ഫാർ പോയിന്റ്. ഫാർ പോയിന്റ്, ഫാർ പോയിന്റ് എന്ന് പറഞ്ഞാൽ ഫാർത്തസ്റ്റ് പോയിന്റ്, ഏറ്റവും അകലെയുള്ള പോയിന്റ്, up to which we can see the object or we can see that object, അതിൻ്റെ ഇമേജ് നമുക്ക് ക്ലിയർ ആയിട്ട് കാണാൻ കഴിയുന്നു. ആ പോയിന്റിനെയാണ് നമ്മൾ എന്ത് പറയുക, ഫാർത്തസ്റ്റ് പോയിന്റ് എന്ന് പറയുക. ആ പോയിന്റിൽ ഇപ്പം ഞാനിവിടെ ഒബ്ജക്റ്റ് എന്ന് പറഞ്ഞ നിയർ പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒബ്ജക്റ്റിനെ ഇവിടെ വെച്ചു. സോ നമുക്ക് വ്യക്തമായിട്ട് ഇമേജ് കാണാൻ കഴിയുന്നുണ്ട്. ഇങ്ങോട്ട് വെച്ചപ്പോൾ മിനിമം 25 വേണം. അതേപോലെ ഒരു ഒബ്ജക്റ്റ് അവിടെയാണെന്നുണ്ടെങ്കിൽ, അവിടെ അങ്ങ് ദൂരെയാണെങ്കിൽ, അപ് ടു വിച്ച് എവിടെ വരെയാണോ നമുക്ക് വ്യക്തമായിട്ട് കാണാൻ കഴിയുന്നത് ആ പോയിന്റിനെ പറയുന്ന പേരാണ് ഫാർ പോയിന്റ്. ഇത് ഒരു ഹെൽത്തി വിഷനെ സംബന്ധിച്ചിടത്തോളം ഇറ്റ്സ് ഇൻ ദ ഇൻഫിനിറ്റി. അവിടെ എവിടെ ഒന്നും പറയാൻ പറ്റില്ല, ഇറ്റ്സ് ഇൻ ദ ഇൻഫിനിറ്റി. നമുക്ക് ക്ലിയർ ആയിട്ട് ഡിഫൈൻ ചെയ്യാൻ പറ്റില്ല, ഇറ്റ്സ് ഇൻ ദ ഇൻഫിനിറ്റി. ദീസ് ആർ ദ 2 points related to eye lens. Near point is a minimum distance from eye in which object can seen distinctly, 25 cm for a healthy vision. Next one, far point, farthest point, longest point up to which the object or the image of that object can seen clearly. Right, these are the 2 points. അപ്പോൾ നമ്മൾ ഒപ്റ്റിക്കൽ ഇൻസ്ട്രുമെൻറ്റ്സ്, മൈക്രോസ്കോപ്പ് ഉണ്ട്, ടെലസ്കോപ്പ് ഉണ്ട് എന്ന് പറഞ്ഞു. ഇതൊന്നും വേണ്ട, നമുക്ക് നമ്മുടെ കൂടെ തന്നെയുള്ള ഒരു ഒപ്റ്റിക്കൽ ഇൻസ്ട്രുമെൻ്റ് ആണ് ദ ഐസ്. ആ ഐസ്വിനെ പറ്റിയാണ് നമ്മൾ പറയുന്നത്. ഇറ്റ്സ് എ കോൺവെക്സ് ലെൻസ്, ഫോക്കൽ ലെങ്ത് അഡ്ജസ്റ്റബിൾ ആണ്. ആര് കാരണം കൊണ്ട്? ഡ്യൂ ടു ദ ആക്ഷൻ ഓഫ് സീലിയറി മസിൽസ്. ആ ഒരു പ്രോപ്പർട്ടി, ആ ഐ ലെൻസിൻ്റെ ഫോക്കസ് അഡ്ജസ്റ്റ് ചെയ്യുക, സീലിയറി മസിൽസിൻ്റെ എബിലിറ്റി കാരണം കൊണ്ട് ഐ ലെൻസിൻ്റെ ഫോക്കസ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഫിനോമിനയ്ക്ക് പറയുന്ന പേരാണ് പവർ ഓഫ് അക്കോമഡേഷൻ. പവർ ഓഫ് അക്കോമഡേഷൻ. ഇമേജ് എവിടെ ഫോം ചെയ്യുന്നു? റെറ്റിനയിൽ ഫോം ചെയ്യുന്നു. Then near point, far point. This is all about eye lens.